ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സോഫ്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് റവ ഉണ്ണിയപ്പം. അതിനായിട്ട് ഞാനിപ്പോൾ 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ ചെറുപഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് റവയാണ്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രുചിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് വേണ്ടത് 1 കപ്പ് ശർക്കരയാണ്. ആ ശർക്കര നമുക്കൊന്ന് സിറപ്പാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനിക്ക് ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഫസ്റ്റ് നമ്മൾ റവ അളന്നെടുത്ത സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി എടുക്കാം. നമ്മൾ 1/2 കപ്പ് റവ 1/2 കപ്പ് ഗോതമ്പ് പൊടി എന്ന കണക്കിലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി ആദ്യമേ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് നമ്മൾ മിക്സിയുടെ ജാറിൽ അരക്കാനെടുത്തു. അതിനുശേഷം ബാക്കിയുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ബാക്കി ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചത് കൊണ്ടിട്ട് നമ്മുടെ ബാറ്റർ കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് നെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തിയും കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എള്ളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി കിട്ടാനായിട്ട്. ഇനി നമുക്ക് റവ ആയതുകൊണ്ടിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. റവ ആയതുകൊണ്ടിട്ടാണ് ജസ്റ്റ് അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. റവ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഒരു കയ്യിലോ മാവ് എടുത്ത ശേഷം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ട കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ കുഴിയിലും ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് എല്ലാം തന്നെ നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് എടുത്ത് മാറ്റാം.
വളരെ സോഫ്റ്റും ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റവ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇത് നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ശരിയായിട്ടുള്ള രുചി. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. മൈദ ചേർത്തിട്ടില്ല, സോഡാപ്പൊടി ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല സ്വാദോട് കൂടിയിട്ട് നമ്മൾ കഴിക്കും. അത്രയ്ക്ക് നല്ല ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.